വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിന്റെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ ധാരാളം ആരാധകരുള്ള ഒരു വിശുദ്ധയാണ് യൂറോപ്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ധീരപോരാളിയായ വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. ഫ്രഞ്ച് ഐക്യത്തിന്റെയും ദേശീയതയുടെയും നിലനിൽക്കുന്ന പ്രതീകമാണ് ജോവാൻ ഓഫ് ആർക്ക്. പാട്ടുകളിലൂടെയും ടെലിവിഷനിലൂടെയും സിനിമകളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും ഇന്നും ജോവാൻ ഓഫ് ആർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമാണ്. ജീവിച്ചിരിക്കെ ആരാധനയും നിന്ദയും ഒരുമിച്ച് നേടുക, സഭാനിന്ദയും അനുസരണക്കേടും ആരോപിച്ച് മെത്രാനും സംഘവും കുദാശകൾ തടഞ്ഞ് മരണശിക്ഷ വിധിച്ച ആളെ നൂറ്റാണ്ടുകൾക്ക് ശേഷം കത്തോലിക്ക സഭ ഔദ്യോഗികമായി രക്തസാക്ഷിത്വ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക, എക്കാലത്തെയും വലിയ സ്ത്രീ വിമോചന പോരാട്ടത്തിന്റെ ഉജ്ജ്വല മാതൃകയാകുക, അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഇത്തരം വലിയ കാര്യങ്ങളാണ് ജോവാൻ ഓഫ് ആർക്കിനെ എക്കാലത്തെയും വലിയ വനിതാ പോരാളിയായി ലോകം അംഗീകരിക്കാൻ കാരണം. ആദ്യകാല ചരിത്രത്തെ നോക്കാം. ഫ്രാൻസിലെ രാജാവായ ചാൾസ് ആറാമന്റെ കാലം കഴിവുകേടുകൊണ്ട് യുദ്ധങ്ങളിൽപ്പെട്ട് രാജ്യം അസ്വസ്ഥമായിരുന്നു. വടക്കുകിഴക്കൻ ഫ്രാൻസിലെ ഷാംപെയിൻ ജില്ലയിലുള്ള ഡോംറെമി ഗ്രാമത്തിൽ ജാക്യൂസ് ഓഫ് ആർക്കിന്റെയും ഇഷബെൽ റൊമേയുടെയും അഞ്ചാമത്തെ സന്താനമായി 1412 ജനുവരി 6 ജോവാൻ ഓഫ് ആർക്ക് ജനിച്ചു. പിതാവ് ജാക്യൂസ് ഓഫ് ആർക്ക് ഒരു സാധു കർഷകനും അവിടുത്തെ ഡോയൻ എന്ന സ്ഥാനമുള്ളയാളുമായിരുന്നു. നികുതി പിരിക്കുന്ന ജോലിയാണ് ഡോയന്മാർ കൈകാര്യം ചെയ്തിരുന്നത്. അമ്മ ഇസബെല്ല റൊമേയ് റോമിലേക്ക് തീർത്ഥാടനം നടത്തിയതിനാൽ റൊമേയ് എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഒരു സ്ത്രീയായിരുന്നു. പാവപ്പെട്ട കുടുംബമായിരുന്നതിനാൽ കാലികളെ മേച്ചും കൃഷിയിൽ സഹായിച്ചും ജോവാൻ വളർന്നു. സ്കൂളിൽ പോകാനോ എഴുത്തും വായനയും പഠിക്കാനോ അവൾക്ക് സാഹചര്യമുണ്ടായിരുന്നില്ല. ജോവാൻ ജനിക്കുന്ന കാലത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട യുദ്ധം എന്നറിയപ്പെടുന്ന ശതവർഷ യുദ്ധം അഥവാ ദി 100 Years വാർ എന്ന അതിദീർഘ യുദ്ധം നടക്കുകയായിരുന്നു. ജോവാന് കിട്ടിയ വെളിപാടും ചില ഒരുക്കങ്ങളെയും നോക്കാം. 1424 തന്റെ 12ാമത്തെ വയസ്സിലായിരുന്നു ജോവാനിന് ആദ്യമായി ഉൾവിളി അഥവാ ദൈവവിളി ഉണ്ടാകും. ഇംഗ്ലീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും സ്വന്തം രാജ്യത്തെ രക്ഷിച്ച് സ്വതന്ത്രയാക്കാമെന്ന ബോധം അതോടെ ജോവാനിൽ വളരാൻ തുടങ്ങി. 13ാം വയസ്സു മുതൽ അവൾക്ക് വിശുദ്ധരുടെ വെളിപാട് കിട്ടി തുടങ്ങിയിരുന്നു. സ്വർഗത്തിലെ സൈന്യാധിപൻ വിശുദ്ധ മൈക്കിൾ, ക്രിസ്തുമതത്തിനു വേണ്ടി രക്തസാക്ഷികളായ വിശുദ്ധ കാതറിൻ, വിശുദ്ധ മാർഗരറ്റ് എന്നിവരുടെ ദർശനം അവൾക്ക് ലഭിക്കുകയുണ്ടായി. അതനുസരിച്ച് ഇംഗ്ലീഷുകാരെ ഫ്രാൻസിൽ നിന്നും തുരത്താനായി ഈ വിശുദ്ധർ തന്നോട് ആവശ്യപ്പെടുന്നതായി അവൾ മറ്റുള്ളവരോട് പറഞ്ഞു. ഇത്തരം വെളിപാടുകൾക്കനുസരിച്ച് കിട്ടിയ സന്ദേശം രാജാവിന്റെ അടുത്ത് എത്തിക്കാനായി ഫ്രഞ്ച് രാജാവിനെ മുഖം കാണിക്കാൻ അവൾ ആഗ്രഹിച്ചു. 1428 ആണ് ജോവാൻ സൈനിക തലവനായ റോബർട്ട് ബാർട്രിക്കിനോട് യുദ്ധത്തിൽ തന്നെ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ബാട്രിക്കോർട്ട് അവളെ പരിഹസിച്ച് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ ദൃഢനിശ്ചയകാരിയായിരുന്ന ജോവാൻ സ്വാധീനശേഷിയുള്ള ചിലരുടെ സഹായത്തോടെ അതിനുള്ള വഴികൾ കണ്ടെത്തി. അവൾ സഭ മുമ്പാകെ ഒർലിയൻസ് നഗരത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന യുദ്ധത്തിന്റെ ഫലങ്ങളെപ്പറ്റി അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി. പ്രവചനം സത്യമാണെന്ന് യുദ്ധസമയത്ത് മുന്നണിയിൽ നിന്ന് വിവരം ലഭിച്ചപ്പോൾ ബാട്രിക്കോർട്ട് ആദ്യം ചെയ്തത് 1429 ജോവാനെ ചാൾസ് ഏഴാമൻ രാജാവിനെ കാണിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കലായിരുന്നു. ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലീഷുകാരെ തുരത്താൻ ഫ്രഞ്ച് സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വിശുദ്ധർ തന്നോട് ദർശനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജോവാൻ വെളിപ്പെടുത്തി. ഫ്രഞ്ച് സൈന്യത്തിന്റെ സമ്പൂർണ്ണ പരാജയം ഉറപ്പായ സമയത്താണ് ദൈവമാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്നറിയിച്ചുകൊണ്ട് പുരുഷ വസ്ത്രങ്ങളിൽ 6 പോരാളികൾക്കൊപ്പം ജോവാൻ രംഗത്ത് വന്നത്. ജോവാനുമായി സംസാരിച്ച ചാൾസ് രാജാവിനോട് രാജാവിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ ജോവാൻ പറഞ്ഞു കേൾപ്പിച്ചു. അതോടെ കുറെയൊക്കെ അവളെ വിശ്വസിക്കാൻ രാജാവ് നിർബന്ധിതനായി തീർന്നു. എങ്കിലും പൂർണ്ണമായ വിശ്വാസം രാജാവിനുണ്ടായില്ല. അവശേഷിച്ച ബാക്കിയുള്ള സംശയ നിവാരണത്തിനായി അന്നത്തെ സഭാപണ്ഡിതരും ബിഷപ്പുമാരും ഒക്കെ ജോവാനെ ചുമതലപ്പെടുത്തി. അവര് ജോവാനെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് വിധേയയാക്കി. ഇംഗ്ലീഷ് ഭരണത്തിന് കീഴിലായ ഒർലിയൻസിനെ മോചിപ്പിക്കാൻ ധീരയായ ജോവാന്റെ കഴിവ് പ്രയോജനപ്പെടുത്താമെന്ന ഉപദേശമാണ് പുരോഹിതന്മാര് നൽകിയത്. അങ്ങനെ ഇംഗ്ലീഷുകാരുടെ അധീനത്തിലായിക്കൊണ്ടിരുന്ന ഒർലിയൻസിനെ രക്ഷിക്കാൻ ഒരു സംഘം ഫ്രഞ്ച് സൈനികരുടെ നേതൃത്വം ജോവാൻ ഏറ്റെടുത്തു. യുദ്ധത്തിന്റെ പശ്ചാത്തലങ്ങളെ നോക്കാം. 1420 ഇംഗ്ലണ്ട് ചില തന്ത്രപ്രധാനമായ പോരാട്ടത്തിൽ
ഫ്രാൻസിനോട് വിജയിക്കുകയും വടക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ചില പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടുമായി സന്ധിയിൽ ഏർപ്പെടാൻ ഫ്രഞ്ചുകാർ നിർബന്ധിതരായി തീർന്നു. അപ്പോഴത്തെ ഫ്രഞ്ച് രാജാവ് ചാൾസ് ആറാമന്റെ കാലത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ ഹെൻറി അഞ്ചാമൻ ഫ്രാൻസിന്റെ കൂടി ഭരണാധികാരിയാകുമെന്നായിരുന്നു പ്രശസ്തമായ ട്രോയ്സ് കരാറിലെ വ്യവസ്ഥ. 2 വർഷത്തിന് ശേഷം ചാൾസ് ആറാമൻ രാജാവ്, അതായത് ഫ്രാൻസിലെ രാജാവായിരുന്ന ചാൾസ് ആറാമൻ രാജാവും ഇംഗ്ലണ്ടിന്റെ രാജാവായിരുന്ന ഹെൻറി അഞ്ചാമനും അന്തരിച്ചു. ഫ്രാൻസിലെ സിംഹാരോഹണത്തിന് ചാൾസ് ഏഴാമൻ രാജാവ് അവകാശം ഉന്നയിച്ചു. എന്നാൽ ഫ്രഞ്ച് രാജാക്കന്മാരുടെ സ്ഥാനാരോഹണം നടക്കുന്നത് സാധാരണഗതിയിൽ റൈംസ് നഗരത്തിലെ പള്ളിയിൽ വെച്ച് കിരീടവും ചെങ്കോലും ഏറ്റെടുത്താണ്. അങ്ങനെ ചെയ്താലേ ചാൾസ് ഏഴാമനെ അംഗീകരിക്കൂ എന്ന് ഫ്രഞ്ചുകാർ വാശി പിടിച്ചു. എന്നാൽ ഇംഗ്ലീഷുകാരുടെ കൈവശമായിരുന്ന റൈംസ് നഗരത്തിലെ സ്ഥാനാരോഹണം അന്ന് അസാധ്യമായി തീർന്നു. ചാൾസ് ഏഴാമൻ ഔദ്യോഗികമായി സ്ഥാനമേറ്റില്ലെങ്കിലും പേരിന് രാജ്യഭരണം ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മാവന്മാരും മാതുലന്മാരും അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനമേൽക്കാത്തതിനാൽ അദ്ദേഹത്തിനെതിരായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ ജോവാൻ ഓഫ് ആർക്ക് അദ്ദേഹത്തെ സമീപിക്കുന്നത്. ഹെൻറി ആറാമൻ ഇംഗ്ലീഷ് ചക്രവർത്തിയായിരുന്ന അവസരത്തിൽ ഫ്രാൻസിന്റെ സ്വയംഭരണാവകാശം നഷ്ടമായിരുന്നു. ഫ്രാൻസിന്റെ വടക്കൻ പ്രദേശങ്ങൾ ഇംഗ്ലീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്ന അവസരത്തിലാണ് ബർഗുണിയിലെ പ്രഭുവായിരുന്ന ഫിലിപ്പ് ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം സ്വന്തമാക്കുന്നു. ജോവാൻ ഓഫ് ആർക്കിന്റെ ഗ്രാമമായ ഡോംറെമി ചാൾസ് ഏഴാമനോട് കുറുപുലർത്തിയ നാടായിരുന്നു. താമസിയാതെ ഇംഗ്ലീഷുകാർ ട്രോയസ് കരാർ ലംഘിച്ചു. 1428 പാരീസിന് 80 മൈൽ തെക്കുള്ള ഒർലിയൻസ് നഗരം അവർ ആക്രമിച്ചു. അന്ന് ജോവാന് 17 വയസ്സായിരുന്നു. ഒർലിയൻസിലേറ്റ കനത്ത പരാജയത്തിൽ നിന്ന് പട്ടാളക്കാർക്ക് സഹായമായി ചാൾസ് ഏഴാമന്റെ അമ്മായിയമ്മ യൊലാണ്ട ഒരു ചെറിയ ദൗത്യവുമായി ചില പട്ടാളക്കാരോടൊപ്പം പോകാൻ തീരുമാനിച്ചു. ആ പട്ടാളക്കാരുടെ ദൗത്യത്തിൽ ചേരാൻ ജോവാൻ ആഗ്രഹിച്ചു. അതിനുള്ള അനുവാദത്തിനു വേണ്ടി രാജാവിനോട് അപേക്ഷിച്ചു. ഒരു മാടമ്പിയുടെ വേഷമണിയാൻ അനുവദിക്കണമെന്നും രാജാവിനോട് അഭ്യർത്ഥിച്ചു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ലഭിച്ച പടച്ചട്ടയും ആയുധങ്ങളും ഏന്തി ഒരു ആൺ മാടമ്പിയായി അവൾ സൈന്യത്തിന് അകമ്പടി പോയി. 1429 ഏപ്രിൽ 29 ഒർലിയൻസിലെ പട്ടാള ക്യാമ്പിന്റെ കോട്ടയിൽ അവൾ എത്തിച്ചേർന്നു. 1400 അവിടെ എത്തിച്ചേർന്ന ഉടനെ ഏപ്രിൽ മാസത്തിൽ തന്നെ 1429 ഏപ്രിൽ മാസത്തിൽ തന്നെ ജോവാൻ ഇപ്രകാരം പറഞ്ഞു: ഇംഗ്ലണ്ടിലെ രാജാവ് ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ കൂടി രാജാവാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബെഡ്ഫോർഡിലെ പ്രഭു, നിങ്ങളുടെ കടം സ്വർഗരാജ്യത്തിൽ വെച്ച് വീട്ടേണ്ട സമയം ഇപ്പോൾ ആയിരിക്കുന്നു. നിങ്ങൾ ഫ്രാൻസിൽ നിന്ന് കൈവശപ്പെടുത്തിയ എല്ലാ നഗരങ്ങളുടെയും താക്കോൽ സ്വർഗരാജ്യത്തിന്റെ ദൂതയായി വന്നിരിക്കുന്ന കന്യകയായി എനിക്ക് നൽകൂ എന്ന് പറഞ്ഞു. ഫ്രഞ്ച് പട്ടാള ക്യാമ്പിലെത്തിയ ജോവാന് രാജാവ് കൽപ്പിച്ചതുപോലുള്ള ഒരു ബഹുമാനം നൽകാൻ അവിടുത്തെ സേനയുടെ ചുമതലയുണ്ടായിരുന്ന റാൻഡി ഓർലിയൻ വിസമ്മതിച്ചു. അവളെ സൈന്യത്തിന്റെ പ്രധാന സംഗതികൾ അറിയിക്കാതെയും അംഗീകരിക്കാതെയും സമിതിയിൽ ചേർക്കാതെയും ഒക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചു. എന്നാൽ പിൻവാങ്ങാൻ ജോവാൻ തയ്യാറല്ലായിരുന്നു. അവൾ സൈന്യത്തിന്റെ എല്ലാ ആശയവിനിമയങ്ങളിലും ആലോചനകളിലും അവളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അങ്ങോട്ട് അറിയിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊന്നും ആരോധോ വകവച്ചില്ല. എന്നാൽ പിന്നീട് അതിൽ കാര്യമുണ്ടെന്ന്, അവളുടെ ആശയങ്ങളിലും ചിന്തകളിലും കാര്യമുണ്ടെന്ന് പലർക്കും തോന്നിത്തുടങ്ങി. അവളുടെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്ത ഫ്രഞ്ചുകാർക്ക് പ്രയോജനം കിട്ടിത്തുടങ്ങി. അത് തുടങ്ങിയപ്പോൾ അവൾക്ക് ചില അംഗീകാരങ്ങൾ കൊടുത്തു. ഒരു സംഘം ഫ്രഞ്ച് സൈന്യത്തെ നയിക്കാൻ ജോവാനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ സൈന്യത്തെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിക്കേറ്റിട്ടും പിന്മാറാതെ അവൾ പൊരുതി. ഇത് സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരു വനിതയാണ് തങ്ങളെ നയിക്കുന്നത് എന്ന് അവർ അറിഞ്ഞിരുന്നേയില്ല. 1429 മെയ് 4 സൈന്യത്തിന്റെ പൊതുനിർദ്ദേശങ്ങളെ മറികടന്ന് പൊടുന്നനവെ ഇംഗ്ലീഷുകാരെ ആക്രമിക്കാൻ ജോവാൻ ഓഫ് ആർക്ക് തീരുമാനമെടുത്തു. ലാ ടൊറെല്ല എന്ന കോട്ട ലക്ഷ്യമാക്കി നടന്ന ആ ആക്രമണത്തിൽ ഇംഗ്ലീഷ് സൈന്യം പിന്മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അവളുടെ ധീരോദാത്തമായ പോരാട്ട നേതൃത്വത്തോടെ ഇംഗ്ലീഷുകാരെ അവിടെ നിന്ന് തുരത്താൻ അവർക്ക് കഴിഞ്ഞു. താമസിയാതെ ഒർലിയൻസ് നഗരം അവർ തിരിച്ചുപിടിച്ചു. ഈ ജയത്തോടെ ജോവാൻ ഒർലിയൻസിന്റെ കന്യക അല്ലെങ്കിൽ മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് ബ്യൂജൻസി, പട്ടായി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന പോരാട്ടങ്ങളിൽ
ഇംഗ്ലീഷ് സൈന്യത്തെ തുരത്താൻ ജവാന് സാധിച്ചു. ഇതുപോലെ മറ്റു ധാരാളം സൈനിക മുന്നേറ്റങ്ങളിലും വിജയം വരിക്കാൻ ജവാന് സാധിച്ചു. റൈംസ് നഗരത്തിലെ പള്ളിയിൽ വെച്ച് കിരീടവും ചെങ്കോലും ഏറ്റെടുക്കാൻ സാധിക്കാതെ ചാൾസ് ഏഴാമന്റെ മുടങ്ങിക്കിടന്നിരുന്ന സ്ഥാനാരോഹണം 1429 ജൂൺ 17 ജോൻ ഓഫ് ആർക്കിന്റെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊടുത്തു. ചക്രവർത്തി അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ നൽകി ജോനെ ആദരിച്ചു. ഈ സംഭവത്തോടുകൂടി ജോൻ ഓഫ് ആർക്ക് ഫ്രഞ്ച് ആത്മാഭിമാനത്തിന്റെ പര്യായമായി മാറിയിരുന്നു. തടവും വിചാരണയും നോക്കാം. ഇംഗ്ലീഷുകാർ കൊമ്പെയിൻ നഗരം പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തി. ഇംഗ്ലീഷുകാരുമായും അവരുമായി സഖ്യത്തിലായിരുന്ന ബർഗണ്ടിയുമായും ചർച്ച നടത്താനാണ് ചാൾസ് രാജാവ് തീരുമാനിച്ചത്. എന്നാൽ ഫ്രാൻസ് മുഴുവൻ ഫ്രഞ്ചുകാർക്ക് വേണമെന്നായിരുന്നു ജവാന്റെ നിലപാട്. 1430 സെപ്റ്റംബറിൽ കൊമ്പെയിൻ നഗരം പിടിച്ചെടുക്കാനുള്ള ഇംഗ്ലീഷുകാരുടെ സഹായിയായി വന്ന ജോൺ എന്ന ക്യാപ്റ്റന്റെ ശ്രമത്തെ തിരിച്ചറിഞ്ഞ ജവാൻ അതിനെതിരെ പടപൊരുതാൻ വേണ്ടി ഒയ്സ് നദിക്കരയിലെത്തി. കൊമ്പെയിനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട ജവാനെ ബർഗണ്ടികൾ തടവുകാരിയാക്കി. പിന്നീട് 10,000 പൗണ്ടിന് ബർഗണ്ടികൾ ജവാനെ ഇംഗ്ലീഷുകാർക്ക് വിറ്റു. ഇംഗ്ലീഷുകാർ ജവാനെ റുവൻ നഗരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തടവിലാക്കി. ഇംഗ്ലീഷുകാരുടെ തടവിലായിരുന്ന ജവാനെ രക്ഷിക്കാൻ ചാൾസ് ഏഴാമൻ രാജാവ് തയ്യാറായില്ല. ചാൾസ് ഏഴാമനെ സ്ഥാനാരോഹണം ചെയ്തു കൊടുത്ത് ജവാനാണെങ്കിലും ഈ യുദ്ധത്തില് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആക്രമണം നടത്തിയത് എന്നതുകൊണ്ട് ജവാനെ അയാൾ തള്ളിക്കളഞ്ഞു. തടവിലാക്കപ്പെട്ട ജവാന്റെ സ്വയം രക്ഷയ്ക്കുള്ള ശ്രമങ്ങള് ചിലതൊക്കെ പരാജയപ്പെട്ടു. അന്നത്തെ ബൂവേ രൂപത ബിഷപ്പായിരുന്ന പിയറി കൗജൻ ആണ് ജവാനെ വിചാരണ ചെയ്തത്. 12 തവണ ചോദ്യം ചെയ്യലിന് വിധേയയായ ജോൻ ഓഫ് ആർക്ക് രാജ്യത്തിന്റെ രഹസ്യങ്ങള് തുറന്നു പറയാൻ തയ്യാറായില്ല. ദൈവ വെളിപാടുണ്ടായി എന്നത് ജവാൻ നിഷേധിക്കണമെന്ന് ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള കോടതി ആവശ്യപ്പെട്ടു. ജവാൻ അത് നിരസിച്ചു. പുരുഷവേഷം കെട്ടി മതനിന്ദ ചെയ്യല്, സഭയെ അനാദരിക്കല്, പൈശാചിക വെളിപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കല് തുടങ്ങിയ 70ഓളം കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ജവാന്റെ ഏറ്റവും വലിയ തെറ്റായി വായിച്ചത് ദൈവനിന്ദയാണ്. എന്നാൽ ഈശ്വരനിൽ വിശ്വസിക്കുന്ന തനിക്ക് എല്ലാം ഈശ്വരനാണ്, ഈശോയാണ് എന്നാണ് ജവാന്റെ ഉത്തരമായിരുന്നത്. തനിക്കെതിരായ കുറ്റങ്ങൾ വിചാരണയ്ക്കായി മാർപ്പാപ്പയ്ക്ക് അയക്കണമെന്ന ജവാന്റെ ആവശ്യം ബിഷപ്പ് തള്ളിക്കളഞ്ഞു. ആണുങ്ങളുടെ പടച്ചട്ട അണിയുന്നത് സഭയുടെ നിയമത്തിന് വിരുദ്ധമാണെന്നും അതിനാൽ അത് ഉപേക്ഷിക്കണമെന്നും ബിഷപ്പിന്റെ കോടതി ആവശ്യപ്പെട്ടു. അത് അംഗീകരിച്ച് അവൾ വസ്ത്രം മാറ്റി. അങ്ങനെ അത് മാറ്റുമ്പോൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനും കുമ്പസാരിക്കാനും അവസരം നൽകാമെന്ന് ഇംഗ്ലീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അവള് സ്ത്രീയുടെ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്പിന്റെ കോടതി അവളെ ചതിച്ചു. അതിൽ പ്രതിഷേധിച്ച് ജവാൻ വീണ്ടും പഴയ പടച്ചട്ട അണിഞ്ഞു. ഇത് അനുസരണക്കേടായി ബിഷപ്പിന്റെ കോടതി വ്യാഖ്യാനിക്കുകയും ഉടനെ തന്നെ ജവാന് മരണശിക്ഷ വിധിക്കുകയും ചെയ്തു. അന്ത്യം നോക്കാം. ജീവനോടെ ചുട്ടരിക്കാനുള്ള തീരുമാനം നടപ്പാക്കാനായിരുന്നു അന്തിമവിധി. ആ അന്തിമവിധി നടപ്പാക്കാനുള്ള കാരണം മതനിന്ദയായിരുന്നു. അത് പെട്ടെന്ന് പ്രകോപനത്തിൽ ചെയ്തത് അനുസരണക്കേട് കൊണ്ടായിരുന്നു. അവളുടെ കുമ്പസാരക്കാരൻ അവളെ സമാശ്വസിപ്പിച്ചു. മരിച്ചാൽ താൻ സ്വർഗത്തിലേ പോകൂ എന്ന കാര്യത്തിൽ അവൾക്ക് സംശയമില്ലായിരുന്നു. തന്നെ തീജ്വാലകൾ വിഴുങ്ങുമ്പോൾ തനിക്ക് മുറുകെ പിടിക്കാൻ കയ്യിലൊരു ക്രൂശിത രൂപം വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. പക്ഷെ ബിഷപ്പും കൂട്ടരും അത് നിഷേധിച്ചു. 1431 മെയ് 30 റുവൻ നഗരത്തിലെ ചന്തസ്ഥലത്ത് അവർ ജവാനെ ഒരു മരക്കുറ്റിയിൽ കെട്ടിയിട്ട് ചുറ്റും വിറകടുക്കി. വിധിവാചകം വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പട്ടാളക്കാർ തീ കൊടുത്തു കഴിഞ്ഞിരുന്നു. നിയമപരമായ മിനിമം മാനുഷിക പരിഗണനകൾ പോലും ലഭിക്കാത്ത വിധത്തിലായിരുന്നു. നിയമത്തിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു അവൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയത്. ജനക്കൂട്ടം ഒച്ചവെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. തീ ജവാനിലേക്ക് പടർന്നപ്പോൾ എന്റെ ഈശോ എന്ന് അലറിക്കരഞ്ഞ ജവാന്റെ നിലവിളി കേട്ടപ്പോൾ ജനവും കരച്ചിലായി. അക്ഷന്തവ്യമായ മതനിന്ദ നടത്തിയതിന്റെ പേരിൽ 19 വയസ്സ് മാത്രം പ്രായമുള്ള ജവാനെ മെത്രാനും അനുസരണവാദികളും നിയമപാലകരും ചേർന്ന് ജീവനോടെ കത്തിച്ചു. മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം. ജവാന്റേതായ യാതൊന്നും ഭൂമിയിൽ ശേഷിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ ജവാന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഒന്നടങ്കം ബിഷപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് നിയമപാലകർ സൈൻ നദിയിൽ ഒഴുക്കി. എന്നാൽ
അവരുടെ എല്ലാ ശ്രമങ്ങളെയും പാഴാക്കിക്കൊണ്ട് വളരെ വേഗം അവളെ ജനം രക്തസാക്ഷിയായി കാണാൻ തുടങ്ങി. ജോവാനെ വധിച്ചത് നീതിപൂർവമല്ലായിരുന്നു എന്ന വാർത്ത പരന്നതോടെ അതുമായി ബന്ധപ്പെട്ട എല്ലാവരും, ചാൾസ് ഏഴാമൻ രാജാവ് പോലും പഴിയിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമം നടത്തി. എന്നാൽ ജോവാന്റെ അമ്മ ഇസബെല്ല റോമായി പുനർവിചാരണയ്ക്കായി സഭയിൽ പരാതി കൊടുക്കും വരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. മാർപ്പാപ്പയ്ക്ക് മാത്രമേ സംഭവം പുനർവിചാരണ പ്രഖ്യാപിക്കാൻ പറ്റൂ എന്ന നിയമവശം പറഞ്ഞ് ബിഷപ്പ് പിയറി കൗജൻ മറ്റും വാദിച്ചു. 1455 നവംബർ 17 ജോവാന്റെ അമ്മയും സഹോദരങ്ങളും നോട്ടർഡാം കത്തീഡ്രലിൽ പുനർവിചാരണയ്ക്കായുള്ള പരാതി നൽകി. ഭാഗ്യവശാൽ ആ ബിഷപ്പിന്റെ ആദ്യ വിചാരണ കോടതിയിലെ ഗുമസ്തനായിരുന്ന വില്യം മഞ്ചോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അന്ന് താൻ സാക്ഷ്യം വഹിച്ച ക്രമക്കേടുകളെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തി തന്റെ പേരെഴുതി ഒപ്പിട്ട് സഭയ്ക്ക് സമർപ്പിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 1456 ജൂൺ 7 ബിഷപ്പ് പിയറി കൗജനെയും കൂട്ടരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ വിധി വന്നു. ജോവാന്റെ മൊഴി തെറ്റായാണ് ബിഷപ്പും കൂട്ടരും വിവർത്തനം ചെയ്തതെന്നും ചില വാക്കുകൾ തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയതെന്നും അതിൽ വ്യക്തമാക്കിയിരുന്നു. കാലിസ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പ ജോവാനെതിരായി ബിഷപ്പ് നടപ്പിലാക്കിയ വിധിയെ അപലപിക്കുകയും ചെയ്തു. 25 വർഷം മുമ്പ് ജോവാനെതിരെ വിധി പ്രഖ്യാപിച്ച റുവൻ ചന്തയിൽ തന്നെ ജോവാന്റെ സഭയിലുണ്ടായിരുന്ന അംഗത്വം അംഗീകരിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും പുതിയ വിധിയും കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു. പിന്നീട് നൂറ്റാണ്ടുകൾ നീണ്ട വിദഗ്ധമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം 1909 ഏപ്രിൽ 18 പയസ് 10 മാർപ്പാപ്പ ജോവാനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1920 മെയ് 16 ബെനഡിക്റ്റ് 15 ജോവാനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. 1922 രക്തസാക്ഷിയായ വിശുദ്ധിയായി ജോവാനെ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു. ഫ്രാൻസിന്റെ സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. ജോവാൻ ഓഫ് ആർക്ക് ജനിച്ച വീട് ഇന്നൊരു സ്മാരകമായി സംരക്ഷിക്കുകയാണ് ഫ്രഞ്ച് സർക്കാർ. ചരിത്രത്തിലെ ഏറ്റവും ധീരയായ വനിതയായി ലോകം അംഗീകരിക്കുന്ന ജോവാൻ ഓഫ് ആർക്ക് സ്ത്രീ വിമോചന പോരാട്ടങ്ങൾക്ക് എന്നും കരുത്ത് പകരുന്ന മാർഗദീപമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള വിശുദ്ധയും ജോവാൻ ഓഫ് ആർക്കാണ്. ജോവാൻ ഓഫ് ആർക്കിനെ പറ്റിയുള്ള ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം രചിച്ചത് സുപ്രസിദ്ധ അമേരിക്കൻ എഴുത്തുകാരനായിരുന്ന മാർക്ക് ട്വെയിൻ ആണ്. മാർക്ക് ട്വെയിന്റെ അഭിപ്രായത്തിൽ തന്റെ എല്ലാ പുസ്തകങ്ങളിലും വെച്ച് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും മികച്ചതുമായ പുസ്തകം ജോവാൻ ഓഫ് ആർക്കാണ്. അദ്ദേഹം ഏതാണ്ട് 9 വർഷത്തോളം പഠനം നടത്തിയ ശേഷം സുദീർഘമായ 2 വർഷമെടുത്താണ് ആ പുസ്തകം രചിച്ചത്. ഇന്ത്യയിൽ ജോവാൻ ഓഫ് ആർക്ക് സ്ക്വയർ പുതുശ്ശേരിയിലുണ്ട്. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്കായി രാഷ്ട്രം വിശേഷിപ്പിക്കുന്നത് ഝാൻസി റാണിയെയും കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്കായി സംസ്ഥാനം വിശേഷിപ്പിക്കുന്നത് അക്കാമച്ചെറിയാമിനെയുമാണ്. 1485 ജോവാനെ ആധാരമാക്കി വരച്ച ജോവാന്റെ രൂപത്തോട് കൂടുതൽ സാമ്യമുള്ള യഥാർത്ഥ ചിത്രം പിന്നീട് നഷ്ടപ്പെട്ടു. അതിനാൽ പിന്നീട് വരച്ച ചിത്രങ്ങളെല്ലാം ഭാവനയിൽ നിന്നുള്ളതാണ്. സഭയിൽ നിന്ന് തന്നെ, സഭാധികാരികളിൽ നിന്ന് തന്നെ ഏറ്റവും തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും കുദാശകൾ നിഷേധിക്കുകയും അനുസരണക്കേടിന്റെ പേരിൽ പെട്ടെന്ന് മരണശിക്ഷയ്ക്ക് വിധിക്കുകയൊക്കെ ചെയ്ത, കുരിശ് പിടിക്കാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു സ്ത്രീക്ക് പിന്നീട് കത്തോലിക്ക സഭ നൂറ്റാണ്ടുകൾക്ക് ശേഷം വിശുദ്ധയായി പ്രഖ്യാപിച്ച ചരിത്രമാണ് വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിൻ്റെത്. ചരിത്രങ്ങൾ ആവർത്തിക്കാതിരിക്കപ്പെടട്ടെ എന്നാണ് പ്രാർത്ഥന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.